പാപ്പാണ്ടിക്ക് ശേഷം ധനുഷ് സംവിധായക കുപ്പായമണിഞ്ഞ ചിത്രത്തിൽ തന്നെ രായൻ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. കാരണം പാപ്പാണ്ടിക്ക് ശേഷം അയാൾ മറ്റൊരു ചിത്രം സംവിധാനം ചെയ്യുന്നത് 7 വർഷങ്ങൾക്ക് ശേഷമാണ്. ആക്ഷൻ ത്രില്ലറുകൾക്ക് ഇപ്പോൾ നല്ല കാലമാണ്. ആ സമയത്ത് തന്നെയാണ് ധനുഷ് തൻ്റെ ചിത്രവുമായി എത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇന്ന് സംസാരിക്കാനുള്ളത് ധനുഷ് എഴുത്തിനൊപ്പം സംവിധായകനും നായകനുമായ രായനെക്കുറിച്ചാണ്. ധനുഷ് സംവിധായകനും നായകനുമാകുമ്പോൾ ചിത്രത്തിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാവുക സ്വാഭാവികം. എന്നാൽ തമിഴ് സിനിമ ഉണ്ടായ കാലം മുതൽ സിനിമയാവുന്ന കഥ തന്നെയാണ് ധനുഷ് രായന് വേണ്ടി എഴുതിയിരിക്കുന്നത്. അതേ പ്രതികാര കഥ. രായനും അനിയന്മാരും അനിയത്തിയും ഒരു തട്ടുകടയൊക്കെ വെച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. 2 ഗുണ്ടാ ഗ്യാങ്ങുകളുമുണ്ട് അവരുടെ സിറ്റിയിൽ. ഇത് അമർച്ച ചെയ്യാൻ ഒരു പോലീസുകാരനും വരുന്നു. പിന്നെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഊഹിക്കാമല്ലോ. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. തുടക്കത്തിലേ പറഞ്ഞ പോലെ ആക്ഷൻ ജോണർ സിനിമകൾക്ക് ഇപ്പോൾ നല്ല കാലമാണ്. അങ്ങനെ ഹൈപ്പില്ലാതെ വന്ന കില്ലൊക്കെ ബോക്സ് ഓഫീസ് തൂക്കുന്നതിനാണ് കഴിഞ്ഞ ആഴ്ചകൾ സാക്ഷ്യം വഹിച്ചത്. നേരത്തെ പ്രതീക്ഷിച്ച പോലെ തന്നെ കില്ലിനോളം പോകുന്ന ആക്ഷനുകൾ കൊണ്ട് സമ്പന്നമാണ് രായനും. ധനുഷ് ചിത്രങ്ങളിൽ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ആക്ഷനിൽ കൊണ്ടുവരുന്ന സ്റ്റൈൽ ഇവിടെയും പിന്തുടരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ടൂളിന് പ്രാധാന്യം കൊടുത്തായിരിക്കും അത്. ഓരോ ആക്ഷനും കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നതാണ് രസകരം. BGM, കളർ, സ്ഥലം, അവിടെയുള്ള പ്രോപ്പർട്ടി ഹോളിവുഡ് ആക്ഷൻ സിനിമകളിൽ പൊതുവെ കണ്ടുവരുന്ന രീതിയാണിത്. രാത്രിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആക്ഷൻ സീനുകൾ തിയേറ്ററുകളിൽ മികച്ച അനുഭവം നൽകുന്നുണ്ട്. ചിത്രത്തിൻ്റെ പോസിറ്റീവുകളിൽ രണ്ടാമത്തേത് ഒരു പേരാണ്, എ ആർ റഹ്മാൻ. എല്ലായ്പ്പോഴും സംഭവിക്കാറുള്ള ആ അത്ഭുതം ഇവിടെയും നടന്നിട്ടുണ്ട്. റിലീസിന് മുമ്പ് ഹിറ്റായ ധനുഷും എ ആറും ചേർന്ന് പാടിയ പാട്ട് തിയേറ്ററിൽ നിന്ന് ആ സൗണ്ടിൽ കേൾക്കുമ്പോൾ മികച്ച ഫീൽ കിട്ടുന്നുണ്ട്. രായൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. വിക്രമിന് ശേഷം ഒരു ആക്ഷൻ ചിത്രത്തിൽ ഇത്രയും മികച്ചൊരു BGM കേട്ടിട്ടില്ല. പ്രേക്ഷകർ ചിത്രത്തോടൊപ്പം ചേർത്ത് കെട്ടാൻ പാകത്തിലാണത് പലപ്പോഴും. നല്ല ലൗഡായൊന്നുമല്ല, പക്ഷേ അത് മാത്രം കേട്ടുകൊണ്ടിരിക്കാൻ ഒരു രസമുണ്ടായിരുന്നു. കഥ നടക്കുന്ന സ്ഥലം സിനിമയ്ക്ക് വലിയ പ്രാധാന്യമുള്ളതാണ്. തെരുവും ചന്തയും കടകളും വീടും അങ്ങനെ സെറ്റിട്ടതാണെന്ന് തോന്നാത്ത തരത്തിൽ അത് ഒരുക്കുകയും വേണം. ഇവിടെ അങ്ങനെ ഒരു ലോകം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒറിജിനാലിറ്റി ഉണ്ട് എല്ലാത്തിനും. കോടികൾ മുടക്കിയാണ് അത് അങ്ങനെ ഒരുക്കിയെടുത്തതെന്ന വാർത്തകൾ ചിത്രത്തിൻ്റെ റിലീസിന് മുമ്പേ പുറത്തു വന്നിരുന്നു. മലയാളത്തിൽ കൊത്തയാണ് ഇങ്ങനെ ഭംഗിയായി ഒരുക്കിയ മറ്റൊരു സെറ്റ്. അസുരനിലൊക്കെ കണ്ട ധനുഷിന് സമാനമായി മറ്റൊരു സീരിയസ് ടൈപ്പ് റോളാണ് ഇവിടെയും ധനുഷിനുള്ളത്. അത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട്. നോക്കിലും നടപ്പിലും മറ്റൊരു ധനുഷായി അയാൾ മാറിയിട്ടുണ്ട്. അയാളുടെ ശരീരചലനങ്ങളിൽ തന്നെ ആ കഥാപാത്രം അനുഭവിക്കുന്നതെല്ലാം പ്രേക്ഷകന് ലഭിക്കുന്നുണ്ട്. അനിയന്മാരായി എത്തിയ സുന്ദീപ് കിഷനും കാളിദാസ് ജയറാമും തങ്ങളെ ഏൽപ്പിച്ചത് ഭംഗിയായി നിർവഹിച്ചിട്ടുമുണ്ട്. തുഷാര വിജയനാണ് മറ്റൊരു പ്രധാന കഥാപാത്രം. സീരിയസ് റോളുകളിൽ കാസ്റ്റ് ചെയ്യാനാവുന്നയാളാണ് താനെന്ന് പിന്നെയും പറയുകയാണ് തുഷാര. SJ സൂര്യ വില്ലനാവുമ്പോൾ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ അഴിഞ്ഞാട്ടം. ഇവിടെ ധനുഷ് അങ്ങനെ SJയെ കയറൂരി വിട്ടിട്ടില്ല. അയാൾ സേതു എന്ന കഥാപാത്രത്തിൻ്റെ മീറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ സേതുവിനോട് പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടവും തോന്നും. അത് കഥയുടെ ഗതിക്ക് എതിരാണ് താനും. എത്രയോ പറഞ്ഞ കഥ തന്നെയാണ് ചിത്രത്തിൽ എന്നതാണ് പ്രധാന പ്രശ്നം. പറഞ്ഞ കഥ പിന്നെയും പറയുമ്പോഴുള്ള പ്രശ്നം അതിൻ്റെ മേക്കിംഗ് കൊണ്ട് ഒരു പരിധിവരെ നന്നാക്കിയെടുക്കാനൊക്കെ ആവും. എന്നാലും അതൊരു കയറ്റിറക്കവുമില്ലാതെ ഫ്ലാറ്റായി പോയാൽ കുറച്ച് മുഷിപ്പുണ്ടാക്കും. അത് രായനും സംഭവിക്കുന്നുണ്ട്. മുൻപ് കണ്ട ഈ ജോണർ സിനിമകളിൽ സംഭവിക്കുന്നത് തന്നെയാണ് അടുത്ത സീനിൽ നടക്കുന്നത്. അതാണ് പലപ്പോഴും വിരസ കാഴ്ചയായി മാറുന്നത്. ധനുഷ് വലിയ രീതിയിൽ അവതരിപ്പിച്ച ട്വിസ്റ്റ് പോലും പ്രേക്ഷകരിൽ അങ്ങനെ ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടില്ല. ലോജിക്ക് നോക്കിയ പ്രകാശ് രാജ് എന്ന പോലീസുകാരൻ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നതാണ്. സിനിമയായി ചിന്തിക്കാമെങ്കിലും അത് നടക്കുന്ന കാര്യമല്ലോ എന്ന് തോന്നിയാൽ തീർന്നില്ലേ. സിനിമയുടെ ജോണർ അനുസരിച്ചായിരിക്കും അത് കാണാനുള്ള മൈൻഡുമായി പ്രേക്ഷകർ തിയേറ്ററിലിരിക്കുക. അതായത് ഒരു ഫാൻറ്റസി ചിത്രമാണെങ്കിൽ അതിൽ അത്ഭുതങ്ങൾ അതങ്ങനെ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കാത്തതായാൽ പോലും കഥയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സത് വിശ്വസിക്കും. മറിച്ചാണെങ്കിൽ അങ്ങനെയും ഇരിക്കും. രായനിൽ ഇത് രണ്ടിൻ്റെയും ഇടയിൽ പലപ്പോഴും പ്രേക്ഷകർ പെട്ടുപോകുന്നുണ്ട്. സാധാരണ നടക്കുന്നതാണെന്ന് വിചാരിച്ചിരുന്നാൽ തന്നെ പെട്ടെന്ന് മാറുന്ന അതിൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന തോന്നൽ പ്രേക്ഷകന് ഉണ്ടാക്കുന്നുണ്ട്. അത് പലപ്പോഴും അതിനാടകീയതയ്ക്ക് വഴിമാറുന്നുമുണ്ട്. ധനുഷ് തൻ്റെ കരിയറിലെ 50ാമത് ചിത്രത്തിലാണ് നായകനായും ഒപ്പം സംവിധായകനായും എത്തിയത്. എന്നാൽ പറഞ്ഞതും കേട്ടതുമായ കഥ കൊണ്ട് തന്നെയാണ് അയാൾ എത്തിയത് എന്നതാണ് പ്രശ്നം. അപ്പോഴും മേക്കിംഗ് കൊണ്ട് കണ്ടിരിക്കാൻ പാകത്തിലുള്ള ചിത്രമാക്കി ധനുഷ് എന്ന ഫിലിം മേക്കർ ചിത്രത്തെ മാറ്റിയിട്ടുണ്ട്. സംവിധായകനായ ധനുഷ് നായകനേക്കാൾ മികച്ചതാവുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇത്രയുമൊക്കെയാണ് രായനെക്കുറിച്ച് പറയാനുള്ളത്. ചിത്രം കണ്ടവർ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തും.